ജോസ്കുൻ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇപ്പോ വലിയൊരു ചരിത്ര സംഭവമാണ് മുൻപത്ത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ചേട്ടൻ BJP-യുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലേക്ക് അദ്ദേഹത്തിന്റെ ക്ഷണം വന്നിരിക്കുകയാണ് വിരുന്നിനായിട്ട്. എങ്ങനെ കാണുന്നു? സന്തോഷം എങ്ങനെ? സന്തോഷം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റൂല. കാരണം ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞില്ലേ, കാലത്ത് എഴുന്നേറ്റ് വരുമ്പോ നമുക്ക് ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ആ ഒരു അവസ്ഥ ലോട്ടറി അടിച്ചാൽ ഇത്രയും തന്നെ ഉണ്ടാവില്ല. എന്നാലും ഇത് ഈ ലോകാരാധനായ പ്രധാനമന്ത്രി നമ്മളെ വിരുന്നിന് ക്ഷണിച്ചത്. അതായത് നമ്മുടെ ഒരു അറിയപ്പെടാത്ത ഒരു ഗ്രാമം, ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമം എന്ന് പറയുമ്പോൾ അറിയാലോ, ഏറ്റവും താഴെ കിടക്കുന്ന ഒരു ഗ്രാമത്തിന് അങ്ങേരെ അത് ഓർത്ത് നമ്മളെ ക്ഷണിക്കണമെന്ന് പറഞ്ഞാല് നമ്മൾ എന്തോരം ഭാഗ്യം ചെയ്തുള്ള ആൾക്കാരായിക്കോളൂ ഇവിടെയല്ലേ നമ്മുടെ ഈ മണ്ഡപത്തിലുള്ള ആൾക്കാർ. അപ്പൊ ഇത് എന്ത് ഇതിന് വിലയിടാൻ പറ്റില്ല. അത്രയും വലിയൊരു അനുഗ്രഹമാണ് ഈ നാടിന് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. കാരണം ഇപ്പൊ ഈ ഒരു പാർട്ടിക്കും വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നടന്നു വെച്ച ഒരു മനുഷ്യനൊന്നും ആയിരുന്നില്ല ഇവിടെ ആരും. പക്ഷെ നമ്മൾ പ്രത്യേക ഒരു സാഹചര്യത്തിൽ വന്നപ്പോൾ നമ്മുടെ ഭൂമിയും നമ്മുടെ കുടുംബങ്ങളും പോണ ഒരവസ്ഥയിൽ നമ്മളെ ഈ സഹായിക്കാനുണ്ടായത് BJP സർക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങൾ അന്ന് തുടങ്ങി പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഒന്നും അങ്ങോട്ട് തിരിച്ചു തരാനില്ല. ഞങ്ങൾക്ക് തരാനുള്ളത് വോട്ടിലൂടെ ഈ നന്ദി അറിയിച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾ അന്ന് BJP-നോട് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ജനങ്ങൾ വോട്ടിലൂടെ തന്നെ നന്ദി അറിയിച്ച്. അതാണ് ഞങ്ങൾ ഇവിടെ വിജയിക്കാനുണ്ടായുള്ള കാരണം. ഈ ചേട്ടൻ ഈ ഒരു മത്സരരംഗത്തേക്ക് വരുന്നതിന് മുന്നോടി ഉണ്ടായിട്ട് ചേട്ടന്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഏത് രീതിയിലായിരുന്നു ചേട്ടൻ മുന്നോട്ട് പോയിരുന്നത്? ഞാൻ ആദ്യം ഒരു മത്സ്യത്തൊഴിലായിരുന്നു. നമ്മളുടെ ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. കാരണം വേറെ ഞാനൊരു അന്നത്തെ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ മത്സ്യവിഭാഗത്തിലേക്കാണ് നടന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്ത്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നേക്കുന്നത് ട്രാവലിങ്ങിന്റെ വിഷയമാണ്. കാരണം ഇവിടുന്ന് ഒരു ജനങ്ങൾക്ക് ഇവിടുന്ന് പോകാനുള്ള ഒരു സാഹചര്യമില്ല. പുറത്തേക്കൊന്ന് പോയി ഒരു മരുന്ന് വാങ്ങിക്കാനോ റേഷൻ കടയിൽ പോകാനോ അങ്ങനെയുള്ള ഒരു സാഹചര്യമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു അത്യാവശ്യം ഒരു വണ്ടി ഉണ്ടെങ്കിൽ, ഒരു ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ നമുക്കും ഒരു ഉപജീവനമാർഗവും നമുക്ക് ഈ മറ്റുള്ള ആൾക്കാരെ ഒരു സഹായിച്ച് കൊണ്ടുപോകാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്കുള്ള രീതിയിൽ അപ്പം ഞാനൊരു ഓട്ടോറിക്ഷ എടുത്താണ്. അങ്ങനെ ഞാനപ്പോൾ ഈ ജനങ്ങളിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയതോടെ തന്നെ ആ വണ്ടിയായിട്ട് വന്നപ്പോൾ തന്നെ. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിന്റെ രീതിയിലേക്കല്ല വന്നത്. അപ്പോഴാണ് എന്നെ നമ്മുടെ ഇപ്പൊ ഈ സമരത്തിന്റെ അണ്ടീഷനിൽ പറയണത്, നമ്മുടെ ആൾ പറയുന്നത്, നീ നിൽക്ക്, ജനങ്ങളുടെ ഇപ്പൊ അടുത്ത് നിൽക്കുന്ന ആള് നിന്നെ അറിയാവുന്നതാണ് എല്ലാവർക്കും. അപ്പൊ നിൽക്കുന്നുള്ള രീതിയിലേക്കാണ് ഞാൻ വന്നത്. അല്ലാണ്ട് ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലും കൂടെ വന്നതല്ല. അപ്പൊ പിന്നെ അതിൻ്റെതായ പോരായ്മകളുണ്ട്. ഞാനിപ്പോ ഈ മെമ്പർ ആയിട്ടുണ്ടെങ്കിലും ഞാനിത് ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്നുള്ളൂ. അപ്പൊ നല്ല രീതിയിലേക്ക് ഈ പ്രവർത്തനം കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള നല്ലൊരു വിശ്വാസം എനിക്കിപ്പോ ഉണ്ട്. ഇപ്പൊ ഈ 90% ക്രൈസ്തവ വിശ്വാസികളുള്ള ഒരു വാർഡാണുള്ളത്. ഇവിടെ BJP-ക്ക് ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ഒരു കൊടിയോ അല്ലെങ്കിൽ ഒരാൾ പോലും BJP-യുടെ അനുഭാവിയായിട്ട് പോലും ഇല്ലാത്തൊരു വാർഡായിരുന്നു. ഈ വാർഡിലാണ് ചരിത്രപരമായിട്ടുള്ളൊരു വിജയം. പെട്ടെന്നൊരു സ്ഥാനാർത്ഥി വരുന്നു, നിങ്ങൾ കുറച്ചാളുകൾ BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു, BJP-യെ സപ്പോർട്ട് ചെയ്ത് ജനങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ളത് ഈ യഥാർത്ഥത്തിൽ ആരാണ് എന്നാണ് നിങ്ങളൊരു തോന്നൽ? യഥാർത്ഥത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരാളുടെ പേര് പറഞ്ഞു പോകാൻ പറ്റില്ല. കാരണം എല്ലാവരും ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാല് കുടുംബം പോണ അവസ്ഥ വന്നപ്പോൾ പേരെന്ന് പറഞ്ഞാല് എല്ലാവരും ഇതിലേക്ക് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. കാരണം പ്രത്യേകിച്ച് ഒരാളെ എന്നുള്ള രീതിയിലല്ല. പിന്നെ ഇപ്പൊ മുങ്ങിച്ചാകാൻ പോകുന്നവന് ഒരു കച്ചിത്തുരുമ്പ് ആരാണ് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ആ കച്ചിത്തുരുമ്പ് ഇട്ട് കൊടുക്കുന്ന ആളല്ല. അതുമ്പോൾ നമുക്ക് കയറി പിടിച്ച് രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ രക്ഷപ്പെടാനുള്ള ഒരു കച്ചിത്തുരുമ്പ് ഇട്ടുന്നത് നമ്മുടെ BJP സർക്കാരാണ്. അപ്പൊ ഞങ്ങൾ ഒരു മുക്കാഭാഗം മേലെ കയറി പിടിച്ച് ഞങ്ങൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 1-2 മാസത്തിനുള്ളിൽ സുപ്രീം കോടതി വിധി വരും. പിന്നെ ട്രൈബ്യൂണലിലെയും കേസുകൾ വിധിയാക്കി കഴിഞ്ഞാൽ ഈ ദുരിതത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ള നല്ല ഒരു ഉറപ്പ് BJP സർക്കാർ ഞങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ചേട്ടൻ ഈ മോദിജിയുടെ അടുത്തേക്ക് പോകുന്ന ഈ ഒരു വിഷയത്തെ പറ്റി നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് ചേട്ടനോട് ചോദിക്കുന്നത്? എന്താണ് പ്രതികരണങ്ങൾ? എങ്ങനെയാണ് പ്രതികരണങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മളുടെ നാടിന്റെ അവസ്ഥകൾ അറിയാലോ. നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു പ്രാഥമികമായ ഒരു അവസ്ഥയും ഈ വാർഡിലില്ല. കാരണം ഏറ്റവും അത്യാവശ്യം ഒരു കുടിവെള്ളമാണ്. ആ കുടിവെള്ളം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ വാർഡിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ട്രാവലിങ്, റോഡ്, ഒരു പാലം മുക്കാഭാഗം പണി കഴിഞ്ഞിട്ട് അത് അങ്ങനെ കിടന്നിട്ട് ഇനി അത് പൊളിച്ച് 2ാമത് പണിയുടെ രീതിയിലേക്ക് കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഈ അധികാരികൾ. 3 വർഷം തിരിഞ്ഞു നോക്കിയിട്ട്. അപ്പൊ അതിന്റെ കമ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പൊ പോയി ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ആ അവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ. അപ്പൊ നമ്മ ഒന്നേന്നുള്ള രീതിയിലേക്ക് നമ്മൾ തുടരുകയാണ്. അപ്പൊ ഈ നാടിനെ എത്രയും വേഗത്തിൽ മറ്റുള്ള പ്രദേശങ്ങളെ പോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള രീതിയിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മോദി വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ മോദിയുടെ ആ ഒരു ഓഫീസിൽ നിന്നുള്ള ഒരു റിപ്പോർട്ട് നിങ്ങൾ കിട്ടിയ സമയത്ത് ചേട്ടന്റെ ഫാമിലി എന്താണ് പറയുന്നത്? ഭാര്യ, കുട്ടികളൊക്കെ എങ്ങനെയാണ്? അവരുടെ പ്രതികരണം എന്താണ്?
ഫാമിലി കളിയാക്കുന്നുണ്ടോ എന്തെങ്കിലും? ഇല്ല, അവര് ഫാമിലി എന്ന് പറഞ്ഞപ്പോ ഞാനിത് പറഞ്ഞപ്പോ അവര് പറഞ്ഞു പിന്നെ ഇത് ഭയങ്കര ഇതാണ്, ആരും വല്ലവരും കളിയാക്കാൻ വിളിച്ച് വല്ല പറ്റിക്കാൻ വിളിച്ചതായിക്കൊള്ളട്ടെ എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. കാരണം ഇത്രയും വലിയ ഒരു ലോകാരാധ്യനായ ഒരു പുരുഷൻ നമ്മളങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ എക്സൈറ്റഡ് ആയി പോയി ശരിക്കും പറഞ്ഞാൽ. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ടിക്കറ്റ് ആക്കിയിട്ടപ്പോഴാണ് എനിക്ക് ഒരു വിശ്വാസം വന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തായിരുന്നെടാ? എന്റെ പേര് ബെന്നി കല്ലുങ്കല്. ചേട്ടാ ഇപ്പോ ഈ നിങ്ങളെല്ലാവരും ഇവിടെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച കുഞ്ഞുമോൻ ചേട്ടൻ പ്രധാനമന്ത്രി അടുത്തേക്ക് പോവുകയാണ്. ഒരു ചരിത്ര സംഭവം. അവൻ അർഹതപ്പെട്ടതാണ്. അതായത് 2018 വെള്ളം പൊക്കം വന്നപ്പോൾ ഇവൻ മത്സ്യത്തൊഴിലായിരുന്നല്ല, ഒരു വഞ്ചി ഓടിക്കാനും യമഹട പരിപാടിയൊക്കെ അറിയാം, ഓടിക്കാനൊക്കെ അറിയാം. അപ്പൊ ആൾക്കാരൊക്കെ രക്ഷിക്കാൻ പോയത് ഇവിടത്തുള്ള മത്സ്യത്തൊഴിലാളികളല്ല. അപ്പൊ മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ പട്ടാളക്കാരെന്നാണ് പറയണത്. അപ്പൊ അവൻ രക്ഷിക്കാൻ പോയി അന്ന് തുടങ്ങി അവൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ സമരം തുടങ്ങി കഴിഞ്ഞിട്ട് ഫസ്റ്റിലെ സമരം തുടങ്ങിയത് ഞാനൊക്കെയൊന്നും അറിയാലോ. ഫസ്റ്റിലെ തുടങ്ങി 2 ദിവസം നിരാഹാരം ഇരുന്നത് ഞങ്ങളാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇതിന് ഒരു ഇത് പിടിപ്പിച്ചത്, അതായത് സൂര്യ ക്ലബിന്റെ നേതൃത്വത്തിൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞ ആള്. അവനെ മാതാവിനെ തെരഞ്ഞെടുത്തേക്കാണ് ഇപ്പൊ പ്രധാനമന്ത്രി വിളിച്ചേക്കണെന്ന് പറഞ്ഞാൽ മാതാവിന്റെ അനുഗ്രഹത്താലാണ് അവൻ വിളിച്ചേക്കണത്. ഇവിടെ എല്ലാവരും വിചാരിച്ചെന്ന് വെച്ചത് BJP തോറ്റു പോകുന്നതാണ്. BJP തോറ്റാല് ഞങ്ങളുടെ കേസ് വാദിക്കാനായിട്ട് ആരാണുള്ളത് ഇവിടെ? ഞങ്ങളുടെ ഇപ്പൊ കേസ് വാദിക്കാൻ പോണത് സുപ്രീം കോടതിയിൽ കേസ് വാദിക്കാനുള്ള പൈസ ഒന്നും ഞങ്ങളുടെ കയ്യിലുണ്ടാ? ഞങ്ങൾ ഈ 610 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാനും ചില ആൾക്കാർ മാത്രമുള്ള വരുമാന മാർഗം ഉള്ളത്. ബാക്കി എല്ലാവരും കഷ്ടത്തിൽ കിടക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ വീടൊക്കെ ആയിട്ട് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത് കേസ് വാദിക്കാനായിട്ട് ഇപ്പൊ ഏറ്റെടുത്തേക്കണത് നമ്മുടെ കേരള ഘടകം, നമ്മുടെ ഷോൺ ജോർജ്, പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പൊ കേസ് പോകാൻ പോണത്. അപ്പൊ ഇത് ഇങ്ങനെ കേസ് പോകാൻ കാരണം എന്താണ്? അവര് ഏറ്റെടുക്കാൻ കാരണം എന്താണ്? മുനമ്പം ജയിച്ചതിന്റെ പേരിലാണ്. മുനമ്പത്ത് ഞങ്ങൾ ഈ സമരം നടത്തുന്ന സ്ഥലം ഈ 1-ാം വാർഡ് BJPക്ക് അനുകൂലമായതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ അവർ കേസ് ഒന്നും ഏറ്റെടുക്കോ? ഇവിടെ കോൺഗ്രസ് ആണ് അല്ലെങ്കിൽ LDF ആണ് ജയിക്കണമെങ്കിൽ ഈ കേസ് ഞങ്ങളെ ഏറ്റെടുക്കോ? ഞങ്ങളെ രക്ഷിക്കാനാരുണ്ട്? ഇത് ഏറ്റെടുക്കാനായിട്ട് LDF ഇല്ല, UDF ഇല്ല. UDF 51-ാന്റെ അന്ന് വന്നാണ് ഈ VD സൈജനും നമ്മളെ ഈ MP ഒക്കെ കൂടി, മനസ്സിലായ ഈ ഹൈബീഡൻ ഇവരൊക്കെ വന്നു നിന്നുണ്ട് മറ്റവരുടെ കൂടെയല്ലേ പോയി നിൽക്കണത്. നമ്മുടെ കൂടെ നിൽക്കുന്നത് എപ്പോഴും BJP അല്ലേ? എന്തൊരു ആൾക്കാരാണ് ഇവിടെ വന്നു പോയത്. അതായത് ഫസ്റ്റില് തുടങ്ങി നമ്മുടെ BJPയിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ട്, മനസ്സിലായ? GG ജോസഫ്, പിന്നെ ഷോൺ ജോർജ്, ശോഭ കലഞ്ചരത്, സുരേഷ് ഗോപി, അതായത് BJPയുടെ ഏതൊക്കെ ഉണ്ട് കേന്ദ്രം മുതൽ സംസ്ഥാനത്തുള്ള ആൾക്കാരെല്ലാവരും വന്ന് പോയിട്ടല്ലേ ഞങ്ങൾ ഇവിടെ ഈ സമരം ഇത് പിടിച്ചത്. വീഡിയോക്കാരൊക്കെ വന്നത് സുരേഷ് ഗോപി വന്നതിന്റെ പേരിലാണ്. അങ്ങനെ ഈ സമരം നമ്മുടെ ഇന്ത്യ ഒട്ടാകെ അറിയാൻ കാര്യം. പക്ഷെ അവനെ ഈ BJPയിൽ മെമ്പറായിട്ട് നിർത്താനും അവനെ ജയിപ്പിച്ചെടുക്കാനും ഈ മാതാവാണ് അതിന്റെ സാക്ഷി. മാതാവാണ് അവനെ മെമ്പർ. ഇവൻ നിൽക്കുന്നുണ്ട്, അവൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ കുഞ്ഞുവനില്ലേ ഇപ്പൊ BJPയിൽ ജയിച്ചേക്കണ കുഞ്ഞുവൻ കോൺഗ്രസ്സുകാരനായിരുന്നു. ഞാൻ LDF-കാരനായിരുന്നു. ഇവിടെ ഉള്ള ഒരു മിക്ക ആൾക്കാർ LDF-ഉം UDF-ഉം തന്നെയായിരുന്നു. ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്. ക്രിസ്ത്യാനികളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഞാനൊക്കെ ഈ LDF-ന് പ്രവർത്തിക്കാൻ നടന്ന ആളാണ്. പക്ഷേ ഈ മാതാവിന്റെ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. പള്ളി എന്ന് പറയാൻ പല ഇതൊക്കെ ഉണ്ടായിരുന്നു. BJPക്ക് വോട്ട് ചെയ്യരുത് അതാന്ന് പറയണം. അങ്ങനെയുള്ള ഇതുണ്ടായിട്ടും BJP തന്നെ ജയിച്ചില്ല ഇവിടെ. അത് ജയിപ്പിച്ചതാണ് ഈ മാതാവാണ്. ഈ മാതാവിന്റെ നടയിൽ നിന്നാണ് ഈ പറയണത്. മാതാവാണ് ഇവനെ വിളിപ്പിച്ചേക്കണ അങ്ങോട്ട്. നരേന്ദ്രമോദിനെ കാണാനായിട്ട് ഇവിടെ എറണാകുളം ജില്ലയിൽ 3 പേർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് അവന് അവകാശപ്പെട്ടതാണ്. അവൻ മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യത്തൊഴിലാളി രക്ഷിക്കാനും പോയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ പട്ടാളക്കാരനാണ് ഇപ്പൊ അവൻ. ഇപ്പൊ എന്ത് വന്നാലും എതിർക്കാനാളുണ്ട്. ഇത്രയും നാളായിട്ടും ഇത്രയും കൊല്ലങ്ങളായില്ലേ LDF ഭരിക്കണത്. ഇവിടെ ഒരു ആസ്പത്രിയില്ല, ഒരു മെഡിക്കൽ ഷോപ്പില്ല, ബസ് സർവീസ് ഇല്ല, ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണ് പോകണം? ഈ പാലം, ഈ രവീന്ദ്ര പാലമുണ്ട്. അത് ഒരാൾ കയറി വന്നാൽ അപ്പുറത്തോടെ ഒരാൾക്ക് കയറാൻ പറ്റില്ല. പിന്നെ വടക്കറ്റത്തൊരു പാലമുണ്ട്, പിന്നെ ചെറായിലാണ് ഒരു പാലം. ഈ പാലം എന്ന് പറയുന്നത് ഈ മന്ത്രിസഭ ഭരിക്കണ ഈ പിണറായി ഭരിക്കണ സമയത്ത് തന്നെ പണിത പാലമാണ് ഇവിടെ നമ്മുടെ ഗവൺമെന്റിലുള്ളത്. അത് മുക്കാഭാഗം നിർത്തിയേക്കാണ്. വഞ്ചിത പാലം എന്നാണ് അതിന്റെ പേരിട്ടേക്കണത്. അപ്പൊ അവൻ അർഹതപ്പെട്ടതാണ്